പത്മ പുരസ്കാരത്തിന് VS അച്യുതാനന്ദൻ അർഹനായി. അപ്പോൾ VS അരുൺകുമാർ അത് പാർട്ടിയുമായിട്ട് ആലോചിച്ചത് വാങ്ങണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുള്ളതായിട്ട് CPM കാണുന്നുണ്ടോ? അല്ല, ഈ അവാർഡുകൾ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കാണ്, മാധ്യമപ്രവർത്തകർക്കാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയുക. VS-നെ സംബന്ധിച്ചിടത്തോളം VS-ൻ്റെ സംഭാവന നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം മൂല്യവത്തായതാണ് എന്ന് സകലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു അവാർഡ് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് തയ്യാറായാൽ പിന്നെ അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ തയ്യാറല്ല. കാരണം മുമ്പ് പല ഗവൺമെൻറ്റുകളും, ഉദാഹരണത്തിന് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ CPIM-ലെ വളരെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഇതുപോലുള്ളതും ഇതിനേക്കാളും അപ്പുറത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള അവാർഡുകൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവാർഡിന് അർഹരാകുന്നവരെ വിളിച്ച് ഞങ്ങളിങ്ങനെ അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമ്പ്രദായവും ചില ആളുകളുടെ കാര്യങ്ങളിലുണ്ട്. ചിലരുടെ കാര്യത്തെ അവർ ചോദിക്കില്ലായിരിക്കും, കാര്യം അവർക്ക് തന്നെ അറിയായിരിക്കും ഇത് സന്തോഷം അവർ സ്വീകരിക്കുമെന്ന്. കാര്യം എന്തുകൊണ്ട് എനിക്ക് ഈ അവാർഡ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇതുപോലെ അവാർഡ് EMS-ന്, ജ്യോതിബാസുവിന്, ഹർകിഷൻ സിംഗ് സുർജിത്തിന്, അതുപോലെ തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക്, ഇവർ 4 പേരുമാണ് ഇക്കാര്യത്തിൽ അതിപ്രസിദ്ധരായിട്ടുള്ളവർ. പക്ഷേ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ MB പരമേശ്വരനും ഇത് പ്രഖ്യാപിച്ചിരുന്നു, അദ്ദേഹവും നിരസിച്ചു. ഈ പറഞ്ഞ 4 പേരും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ 4 പേരും അവർക്ക് ഈ അവാർഡ് ഉണ്ട് എന്നറിയിച്ചപ്പോൾ അവാർഡ് നിങ്ങളിങ്ങനെ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭാഗമായി പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പുരസ്കാരം തരുമ്പോൾ അത് അങ്ങനെ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. അത് അവർ ഓരോരുത്തരുടെയും തീരുമാനമാണ്, അവരുടെ പാർട്ടി ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ്. പാർട്ടിയോട് ചോദിച്ചിട്ടോ അങ്ങനെ പറയണമെന്ന് പാർട്ടി പറഞ്ഞിട്ടോ അല്ല, അവരുടെ പാർട്ടി ധാരണയനുസരിച്ച് അവർ വിസമ്മതിച്ചു എന്നുള്ളതും പൊതുമണ്ഡലത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ VS ജീവിച്ചിരിപ്പില്ല. അവന് VS ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് VS പറയുമായിരുന്നു. ഇവ VS-ൻ്റെ കുടുംബമാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു VS-നെ അംഗീകരിച്ചതിനകത്ത് സന്തോഷം. അതിനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം എന്ത് വേണമെന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്.